അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷിക്കുന്ന മലയാളി പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും പ്രവാസി കുടുംബാംഗങ്ങൾക്കുമായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കുന്ന ഏറ്റവും അടിയന്തരമായ പുതിയ വിസ നിയമത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ US-ൽ നടക്കുന്നത്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളായ ലിങ്ക്ഡിൻ, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ് എന്നിവയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വിവരങ്ങളും പ്രൊഫൈലുകളും ഇനി മുതൽ അമേരിക്കൻ കോൺസുലേറ്റുകൾ നേരിട്ട് സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോവുകയാണ്. മുൻപ് വിദ്യാർത്ഥികൾക്കും H-1B വിസക്കാർക്കും മാത്രം ഏർപ്പെടുത്തിയിരുന്ന ഈ കർശനമായ ഓൺലൈൻ പ്രസൻസ് വെയിറ്റിംഗ് പ്രക്രിയ പുതിയ വിജ്ഞാപന പ്രകാരം മാധ്യമപ്രവർത്തകർക്കും മറ്റു പ്രധാന വർക്ക് വിസ കാറ്റഗറികൾക്കും കൂടി പൂർണ്ണമായി നിർബന്ധമാക്കിയിരിക്കുകയാണ്. വിസ അപേക്ഷ സമർപ്പിക്കുന്ന ഫോം DS-160 പൂരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഡിജിറ്റൽ വിവരങ്ങൾ കൃത്യമായി നൽകിയിട്ടില്ലെങ്കിലോ അതിന്റെ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാലോ വിസ അടിയന്തരമായി നിരസിക്കപ്പെടാനും 221G അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിംഗിലേക്ക് മാറ്റിവെക്കാനും സാധ്യതയുണ്ട്. ഈ പുതിയ സോഷ്യൽ മീഡിയ വിസ പരിശോധനാ നിയമങ്ങൾ എന്തൊക്കെയാണെന്നും ഇന്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് മലയാളി അപേക്ഷകർ ശ്രദ്ധിക്കേണ്ട പ്രധാന മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നും വിശദമായി നോക്കാം. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും USCIS-ഉം പുറത്തുവിട്ട ഏറ്റവും പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അമേരിക്കൻ വിസയ്ക്ക് അപേക്ഷിക്കുന്ന ഓരോ വ്യക്തിക്കും ഫോം DS-160 അഥവാ ഫോം DS-260 സമർപ്പിക്കുമ്പോൾ കഴിഞ്ഞ 5 വർഷമായി അവർ ഉപയോഗിച്ച മുഴുവൻ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങുകളും യൂസർ നെയിമുകളും അപേക്ഷയിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. ഇത് കൂടാതെ വിസ ഇന്റർവ്യൂവിന് ഹാജരാകുന്നതിന് മുൻപ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പബ്ലിക് ആക്കി മാറ്റണമെന്നതും പുതിയ പ്രോട്ടോകോളിന്റെ ഭാഗമാണ്. അക്കൗണ്ടുകൾ പ്രൈവറ്റ് ആക്കി വെക്കുകയോ അക്കൗണ്ട് വിവരങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്താൽ അത് നിയമപരമായ വിവരങ്ങൾ ഒളിച്ചുവെക്കലായി കോൺസുലർ ഓഫീസർമാർ കണക്കാക്കാൻ സാധ്യതയുണ്ട്. പല മലയാളി അപേക്ഷകരും അറിയാതെ വരുത്തുന്ന ചില വലിയ അബദ്ധങ്ങളാണ് വിസ പ്രോസസ്സിംഗിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിൽ ഒന്നാമത്തേത് ലിങ്ക്ഡിൻ പ്രൊഫൈലുകളിലെ തെറ്റായ അല്ലെങ്കിൽ വൈരുദ്ധ്യമുള്ള വിവരങ്ങളാണ്. നിങ്ങൾ ഫോം DS-160-ൽ നൽകിയിരിക്കുന്ന തൊഴിൽ അനുഭവവും ജോലി ചെയ്ത തീയതികളും ജോബ് ടൈറ്റിലുകളും നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലുള്ള വിവരങ്ങളുമായി 100% പൊരുത്തപ്പെടുന്നവയായിരിക്കണം. DS-160-ൽ നൽകിയ ജോബ് ടൈറ്റിലും ലിങ്ക്ഡിനിലെ തീയതികളും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ കോൺസുലർ ഓഫീസർമാർ അപേക്ഷ സംശയത്തോടെ നോക്കിക്കാണുകയും വിസ പ്രോസസ്സിംഗ് തടസ്സപ്പെടുകയും ചെയ്യും. രണ്ടാമതായി, വിസ ഇന്റർവ്യൂവിന് തൊട്ടുമുമ്പ് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുകയോ പോസ്റ്റുകൾ വലിയ തോതിൽ നീക്കം ചെയ്യുകയോ ചെയ്യുന്ന പ്രവണതയാണ്. ഇത് വിസ ഓഫീസർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അപേക്ഷകൻ എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നു എന്ന സംശയം ഉയരുകയും അപേക്ഷ 221G അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിംഗിലേക്ക് അയക്കുകയും ചെയ്യും. അതിനാൽ ഇന്റർവ്യൂവിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അക്കൗണ്ടുകൾ പെട്ടെന്ന് നീക്കം ചെയ്യുന്നതും പ്രൊഫൈലുകൾ ആരും കാണാതെ ഡിലീറ്റ് ചെയ്യുന്നതും ഒഴിവാക്കണം. മൂന്നാമതായി, നോൺ ഇമിഗ്രന്റ് വിസകളിൽ അമേരിക്കയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുടെ യാത്രാ ഉദ്ദേശത്തിലെ പൊരുത്തക്കേടുകളാണ്. ഉദാഹരണത്തിന് B1, B2 വിസിറ്റർ വിസയ്ക്കോ അല്ലെങ്കിൽ F1 സ്റ്റുഡന്റ് വിസയ്ക്കോ അപേക്ഷിക്കുന്ന വ്യക്തി തങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ പോകുന്നു എന്നോ ഇനി നാട്ടിലേക്ക് മടങ്ങില്ല എന്നോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇമിഗ്രേഷൻ ആക്ട് സെക്ഷൻ 214B പ്രകാരം അപേക്ഷകന് നാട്ടിലേക്ക് മടങ്ങാനുള്ള ഉദ്ദേശമില്ലെന്ന് തെളിയുകയും വിസ റിജക്ഷനിലേക്ക് നയിക്കുകയും ചെയ്യും. നാലാമതായി, അമേരിക്കൻ സ്ഥാപനങ്ങളെയോ ഭരണകൂടത്തെയോ കടുത്ത ഭാഷയിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ, തീവ്രവാദ സംഘടനകളുടെ പിന്തുണ അല്ലെങ്കിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾ എന്നിവയും വിസ നിരസിക്കാൻ പ്രധാന കാരണങ്ങളായേക്കും. അമേരിക്കൻ വിസയ്ക്ക് തയ്യാറെടുക്കുന്ന മലയാളി അപേക്ഷകർ ഈ ഘട്ടത്തിൽ സ്വീകരിക്കേണ്ട പ്രധാന മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേതായി, ഫോം DS-160 പൂരിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലും CV-യും കൃത്യമായി ഒത്തുനോക്കുക. DS-160 ഫോമിലെ തീയതികളും കമ്പനികളുടെ പേരുകളും ലിങ്ക്ഡിനുമായി കൃത്യമായി മാച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അടുത്തത്, കഴിഞ്ഞ 5 വർഷമായി നിങ്ങൾ ഉപയോഗിച്ച മുഴുവൻ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെയും ഒരു പട്ടിക തയ്യാറാക്കുക എന്നതാണ്. നിലവിൽ ഉപയോഗിക്കാത്ത അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ പോലും അവ DS-160 അപേക്ഷയിൽ വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അടുത്തത്, വിസ അപേക്ഷ സമർപ്പിച്ച ശേഷം അക്കൗണ്ടുകൾ പെട്ടെന്ന് പ്രൈവറ്റ് ആക്കുകയോ പോസ്റ്റുകൾ വൻതോതിൽ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യരുത്. പ്രൊഫൈലുകൾ പബ്ലിക് ആക്കി നിലനിർത്തുകയും നിങ്ങളുടെ DS-160 ഫോമിലെ വിവരങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്ന രീതിയിൽ അവ സൂക്ഷിക്കുകയും ചെയ്യുക. അമേരിക്കൻ ഇമിഗ്രേഷൻ വകുപ്പും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും സോഷ്യൽ മീഡിയ പരിശോധനകൾ കൂടുതൽ വിപുലീകരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിസ അപേക്ഷകർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. വിസ അപേക്ഷയിൽ നൽകുന്ന ഓരോ ചെറിയ വിവരങ്ങളും നിങ്ങളുടെ ഓൺലൈൻ ഡിജിറ്റൽ പ്രൊഫൈലുമായി ഒത്തുപോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അനാവശ്യ വിസ കാലതാമസവും നിരസിക്കലും ഒഴിവാക്കാൻ ഇത് ഗുണം ചെയ്യും. അമേരിക്കൻ വിസ ഇമിഗ്രേഷൻ നിയമങ്ങളിലെ ഇത്തരം പുതിയ മാറ്റങ്ങളും വിശകലനങ്ങളും കൃത്യസമയത്ത് അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.
ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.